നല്ല ടേസ്റ്റോട് കൂടിയ ഒരു പിസയുടെ റെസിപ്പിയാണെന്ന് ഇവിടെ കാണിക്കുന്നത്. ചിക്കൻ പിസയുടെ റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഓവനിലല്ല ചെയ്തിട്ടുള്ളത്, പാനിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓവനിൽ ചെയ്യുന്നതിനേക്കാളും ബെറ്ററായിട്ട് എനിക്ക് പാനിൽ ചെയ്തപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു റെസിപ്പിയാണ്. പിസ്സ ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈസ്റ്റാണ് വെള്ളത്തിലിട്ട് വെക്കേണ്ടത്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് 1 കാലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 1.25 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒത്തിരി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. 1 കപ്പ് ഇളം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനെ ഒന്ന് റെഡിയായി വരും. ഇനി അടുത്തതായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പ് മൈദ വെച്ചിട്ട് 2 പിസ്സ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എത്ര എണ്ണമാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് മൈദയുടെ അളവും ഈസ്റ്റിൻ്റെ അളവും കൂട്ടി കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈസ്റ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് എനിക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തണുപ്പുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ റെഡിയാവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നല്ല പോലെ പൊങ്ങി വന്നതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണമെങ്കിൽ പിസ്സ നല്ല റെഡിയായിട്ട് വരുള്ളൂ. ഇനി ഇതിനെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കരുത്. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി വെള്ളത്തിൻ്റെ കുറവ് വരികയാണെങ്കിൽ ഇളം ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. ഇനി വെള്ളം കൂടുതലാവുകയാണെങ്കിൽ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നല്ല പോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ എടുക്കണം. ഇനി ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒലിവ് ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനൊന്ന് കുഴച്ചെടുക്കുക. നല്ല പോലെ ഒന്ന് കവർ ചെയ്തിട്ട് വെക്കണം. 2 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേന് ഒന്ന് പൊങ്ങി വരും. തണുപ്പാണെങ്കിൽ പൊങ്ങി വരാനായിട്ട് ടൈം എടുക്കും. നല്ല ഈസ്റ്റ് ആവണം. എപ്പോഴും നല്ല ഈസ്റ്റ് നോക്കിയിട്ട് തിരഞ്ഞെടുക്കണമെങ്കിൽ പിസ്സയുടെ ഡോ എല്ലാം നല്ല റെഡിയായിട്ട് വരുള്ളൂ. ഒരിക്കലും തുറന്ന് വെക്കരുത്. തുറന്ന് വെക്കുമ്പോൾ ഡ്രൈ ആയി പോവും. അതുകൊണ്ട് നല്ല പോലെ കവർ ചെയ്തിട്ട് തന്നെ വെക്കണം. നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും. ഇനി മാവ് പൊങ്ങി വരുന്ന ടൈം കൊണ്ട് ചിക്കൻ എല്ലാം റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് എല്ലില്ലാത്ത പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ചെറുനാരങ്ങ നീര്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങളിങ്ങനെ വേണ്ടെങ്കിൽ സാധാ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും അങ്ങനെ ഉപ്പൊക്കെ ചേർത്തിട്ട് അങ്ങനെ റെഡ് കളറിൽ അങ്ങനെയും വറുത്തിട്ടും ഇട്ട് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ചുമ്മാ വേവിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. വെറും കുരുമുളകും ഉപ്പും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം നിരത്തി ഇട്ട് കൊടുക്കാം. ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചിക്കന് വലിയ പീസോ ചെറിയ പീസോ എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതാ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. 2 മണിക്കൂർ എടുത്തിട്ട് ഈ മാവ് പൊങ്ങി വരാനായിട്ട്. തണുപ്പുള്ള സമയമാണെങ്കിൽ ഒരു 3 മണിക്കൂറിൽ മേലൊക്കെ എടുക്കും പൊങ്ങി വരാനായിട്ട്. നല്ല പോലെ പൊങ്ങി വന്നതിന് ശേഷം മാത്രം എടുത്തിട്ട് പിസ്സ ഉണ്ടാക്കാവുള്ളൂ. എങ്കിലേ നല്ല സോഫ്റ്റ് ആവുള്ളൂ. 2 പീസൊക്കെ ഉള്ളതുണ്ട്. 2 ഞാൻ പാനിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്, സ്റ്റവിൽ വെച്ചിട്ട്. ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് അകതിയിലിട്ടിട്ട് ഇതേപോലെ പരത്തി കൊടുക്കുക. പരത്തി കൊടുത്തതിൻ്റെ ശേഷം ഇതേപോലെ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക. നിങ്ങൾക്ക് കട്ടിക്ക് വേണമെങ്കിൽ കട്ടിക്ക് തന്നെ പരത്താം. ഇനി തിന്നായിട്ടാണെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് സോസും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാനിവിടെ ഉണ്ടാക്കിയതാണ്, ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കാം. പക്ഷെ വീട്ടിലുണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് വരുന്നത്. ഉണ്ടാക്കാനായിട്ട് അത്ര വലിയ പണിയൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ ഒരു 2 ആഴ്ച വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചീസ് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചീസിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം.
ചിക്കൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെജ് വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഡോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഈസ്റ്റൊക്കെ നല്ല ഈസ്റ്റ് നോക്കി എടുക്കണം. അതേപോലെ നല്ല പോലെ പൊങ്ങി വരണം. ഈസ്റ്റ് വെള്ളത്തിലിട്ടാലും നല്ല പോലെ പൊങ്ങി വരണം. മാവ് നമ്മൾ കുഴച്ച് വെച്ച് കഴിഞ്ഞാലും അതും നല്ല പോലെ പൊങ്ങി വരണം. എങ്കിലേ ഇതിൻ്റെ ഡോ നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അങ്ങനെ ചീസും ക്യാപ്സിക്കം, ഒലീവ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ക്യാബേജ് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഒലീവ് കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക്, ഗ്രീന് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉണക്കമുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. 3 കളറിലുള്ള ക്യാപ്സിക്കം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തായാലും ഇട്ട് കൊടുക്കണം. ഇത് ഇടുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെയൊക്കെ അളവ് എത്ര വേണമെങ്കിലും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ചീസ് അതേപോലെ തന്നെ എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ചീസ് ഇടും തോറും കുറച്ചും കൂടി പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ചീസ് ഇടുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം. ഞാനിവിടെ ഒത്തിരി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടില്ല, എങ്കിലും ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒറിഗാനോ എന്തായാലും ഇട്ട് കൊടുക്കണം, എങ്കിലേ ഒരു നല്ല സ്മെല്ലൊക്കെ വരുള്ളൂ ഇത് വെന്ത് വരുമ്പോൾ. ഇതൊരു ദോശച്ചട്ടിയുടെ മുകളിലായിട്ടാണ് ഞാൻ വെക്കുന്നത്. ഒരു ഇരുമ്പിൻ്റെ ദോശച്ചട്ടി ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുകളിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നന്നായി അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. ഒരു 25 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് എനിക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. അതേപോലെ ലോ ഫ്ലെയിമിൽ ഇടണം. മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അടി അങ്ങ് കരിഞ്ഞു പോവും. ഓവനിൽ വെക്കണേക്കാളും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ എനിക്കിപ്പോൾ സ്റ്റൗവിൽ വെച്ച് ചെയ്ത് പാനിൽ വെച്ച് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇതിനു മുന്നേ ഞാൻ ഓവനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് ഇത്രയും നന്നായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ രണ്ടും ഞാൻ ചെയ്തത് പാനിലാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും പാനിൽ വെച്ചിട്ട് ഇതേപോലെ ചെയ്യുക. നമ്മൾ ബിരിയാണിക്കൊക്കെ ദമ്മിടുന്ന പോലെ അടിയിലൊരു പാത്രം വെച്ചിട്ട് ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ പഴയ വല്ല ദോശത്തവ ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് അത് ചൂടാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇത് കയറ്റി വെക്കുക. ഒരു 20-25 മിനിറ്റ് ആകുമ്പോഴത്തേന് എന്തായാലും റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.